നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് സ്നേഹപൂർവ്വം സ്കോളർഷിപ്പ് എങ്ങനെയാണ് അപേക്ഷിക്കുക, സ്നേഹപൂർവ്വം സ്കോളർഷിപ്പിന് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് അറിയാനാണ്. മറ്റുള്ള സ്കോളർഷിപ്പിനെ വിട്ട് ഈ സ്കോളർഷിപ്പിനുള്ള പ്രധാന വ്യത്യാസം എന്ന് വെച്ചാൽ ഇത് കുട്ടികൾക്ക് ഓൺലൈനായി ചെയ്യാൻ പറ്റില്ല. ഇത് സ്കൂളിൽ നിന്ന് മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ പറ്റൂ. സ്കൂൾ ലോഗിനിലൂടെ മാത്രമേ ഇതിൻ്റെ അപേക്ഷ നമുക്ക് ഓൺലൈനിൽ എൻ്റർ ചെയ്യാൻ പറ്റൂ. മറ്റുള്ള എല്ലാ സ്കോളർഷിപ്പുകളും കുട്ടികൾക്ക് ഓൺലൈനിൽ ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് സ്കൂളിൽ എത്തിച്ചാൽ മതി. പക്ഷേ ഈ ഒരു സ്കോളർഷിപ്പ് KSSM IKM സുരക്ഷ, അതായത് നമ്മുടെ കേരള സാമൂഹ്യ സുരക്ഷാ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു സ്കോളർഷിപ്പാണിത്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ സ്കൂൾ ലോഗിനിലൂടെ മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ആദ്യം തന്നെ ഈ സ്കോളർഷിപ്പിൻ്റെ എന്തൊക്കെയാണ് ഈ സ്കോളർഷിപ്പിൻ്റെ സവിശേഷതകൾ, എങ്ങനെയൊക്കെയാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ എന്തെല്ലാം രേഖകൾ വേണം എന്നെല്ലാം നമുക്ക് ഒന്ന് നോക്കാം. ഇതാണ് സ്കോളർഷിപ്പിൻ്റെ സ്നേഹപൂർവ്വം പദ്ധതി അപേക്ഷ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഈ സ്കോളർഷിപ്പ് പ്രധാനമായും മാതാവോ പിതാവോ അഥവാ ഇരുവരും മരണമടയുകയും കുട്ടിയെ സംരക്ഷിക്കുന്ന രക്ഷിതാവിന് ആരോഗ്യപരമോ സാമ്പത്തികമോ ആയ കാരണങ്ങളാൽ കുട്ടികളെ സംരക്ഷിച്ച് വിദ്യാഭ്യാസം നൽകാതെ സാധിക്കാതെ വരികയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ അത്തരം കുട്ടികളെ അനാഥാലയങ്ങളിൽ സംരക്ഷിക്കാതെ സ്വഭവനങ്ങളിൽ അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിൽ സംരക്ഷിച്ച് വിദ്യാഭ്യാസം നൽകുന്നതിന് പ്രതിമാസ ധനസഹായം ഒറ്റത്തവണയായോ ഗഡുക്കളായോ 10 മാസത്തേക്ക് അനുവദിക്കുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം. വിവിധ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് എത്ര തുകയാണ് എന്ന് നോക്കാം. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 300 രൂപ, 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്കും ഈ 300 രൂപ തന്നെ കിട്ടുക. 6-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് 500 രൂപ, 11-12 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 750 രൂപ, ഡിഗ്രി ക്ലാസ്സുകളിലും പ്രൊഫഷണൽ കോഴ്സുകളിലും പഠിക്കുന്ന കുട്ടികൾക്ക് 1000 രൂപ. ഇതാണ് ഈ സ്കോളർഷിപ്പിന്റെ നമുക്ക് പ്രതിമാസം ലഭിക്കുന്ന തുക. മാനദണ്ഡങ്ങളും അപേക്ഷ സമർപ്പിക്കേണ്ട വിധവും. അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഇരുവരും മരണമടഞ്ഞ കുട്ടികളാണ് ഈ പദ്ധതിയുടെ അപേക്ഷകർ. കുട്ടി പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സർക്കാർ എയ്ഡഡ് പദവിയുള്ളവയായിരിക്കണം. അതായത് സെൽഫ് ഫിനാൻസിങ് കോഴ്സുകൾക്ക് ഈ ധനസഹായം ലഭിക്കുകയില്ല. സർക്കാർ എയ്ഡഡ് പദവിയിലുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഈ ഒരു സ്നേഹപൂർവ്വം പദ്ധതിക്ക് അപേക്ഷിക്കുന്നതിനുള്ള അർഹതയുള്ളൂ. കുട്ടികൾ സ്വന്തം ഭവനങ്ങളിലോ അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിലോ താമസിച്ച് വിദ്യാഭ്യാസം നടത്തുന്നവരായിരിക്കണം. അനാഥാലയങ്ങളിലോ അത്തരത്തിലുള്ള ഇതര സ്ഥാപനങ്ങളിലോ പഠിക്കുന്നവർക്ക് ഈ ധനസഹായത്തിന് അർഹതയില്ല. പിന്നെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അപേക്ഷകന്റെ വിദ്യാർത്ഥി അല്ലെങ്കിൽ അപേക്ഷകൻ താമസിക്കുന്ന ബന്ധുവീടിന്റെ കുടുംബം BPL വിഭാഗത്തിൽ പെടുന്നതായിരിക്കണം. BPLക്കാർക്കാണ് ഇതിന് മുൻഗണന. അഥവാ APL കുടുംബമാണെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിൽ പ്രതിവാർഷിക വരുമാനം 20,000 രൂപയും നഗരപ്രദേശങ്ങളിൽ 22,375 രൂപയും കൂടാൻ പാടുള്ളതല്ല. ഇത് തെളിയിക്കുന്നതിനുള്ള വില്ലേജ് ഓഫീസറുടെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. BPLകാർക്ക് മുൻഗണനാ വിഭാഗത്തിൽ പെടുന്നവർക്കാണ് ഈ സ്കോളർഷിപ്പ് കൂടുതൽ കിട്ടുന്നതിന് സാധ്യതയുള്ളത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായി, അപേക്ഷകൾ കുട്ടി പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപന മേധാവി മുഖേന ഓൺലൈനായി സാമൂഹ്യ സുരക്ഷാ മിഷനിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ് വേണ്ടത്. ഇതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ലോഗിനിലൂടെ മാത്രമേ ഈ ഒരു സ്കോളർഷിപ്പ് നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കൂ. അല്ലാതെ നമുക്ക് ഈ ഒരു സ്കോളർഷിപ്പിന് ഓൺലൈനിലായി അപേക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഏത് സ്കൂളിലാണ് അപേക്ഷ എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഏത് സ്കൂളിലാണോ പഠിക്കുന്നത് ആ സ്കൂളിലെ സ്ഥാപന മേധാവിയുടെ പക്കൽ അപേക്ഷ കൊടുക്കുക. അപേക്ഷയോടൊപ്പം താഴെ പറയുന്ന രേഖകൾ വേണം. എന്തൊക്കെ രേഖകളാണ് നമുക്ക് നോക്കാം. 6 രേഖകൾ ആണ് സമർപ്പിക്കേണ്ടത്. താഴെ പറയുന്ന സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ വെള്ളക്കടലാസിൽ സ്ഥാപന മേധാവിക്ക് കുട്ടി ജീവിച്ചിരിക്കുന്ന രക്ഷിതാവ് സമർപ്പിക്കേണ്ടതാണ്.
ഇത് വെള്ള കടലാസിന് പകരം നമുക്കൊരു ഫോം ഉണ്ട്. ആ ഫോമിൽ ഫില്ല് ചെയ്ത് പഠിക്കുന്ന സ്ഥാപനത്തിലേക്ക് അപേക്ഷ സമർപ്പിച്ചാൽ മതി. മാതാവ് അല്ലെങ്കിൽ പിതാവ് അല്ലെങ്കിൽ ഇരുവരും മരണമടഞ്ഞതിന്റെ ആധികാരിക സർട്ടിഫിക്കറ്റ്, അതായത് ഡെത്ത് സർട്ടിഫിക്കറ്റ്, BPL റേഷൻ കാർഡിന്റെ പകർപ്പ്, റേഷൻ കാർഡിന്റെ കോപ്പി നിർബന്ധമായും വേണം, അല്ലെങ്കിൽ അംഗീകൃത BPL സർട്ടിഫിക്കറ്റ്. ഈ രണ്ടുമില്ലെങ്കിൽ കുടുംബ വാർഷിക വരുമാനം നിശ്ചിത പരിധിക്കുള്ളിലാണെന്ന് കാണിക്കുന്ന വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ്. നമ്മൾ നേരത്തെ കാണിച്ചു എത്രയാണ് വരുമാനം എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അത്രയും വരുമാന പരിധിയിലുള്ളവർക്കാണ് BPL വിഭാഗത്തിൽ അല്ലെങ്കിൽ അപേക്ഷിക്കാൻ അർഹതയുള്ളത്. പിന്നെ ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് മറ്റുള്ള സ്കോളർഷിപ്പുകളിലൊക്കെ ഹയർ സെക്കൻഡറി ലെവലിൽ സ്വന്തം പേരിലുള്ള ബാങ്ക് അക്കൗണ്ടാണ്. പക്ഷേ ഇതിൽ ദേശസാൽകൃത ബാങ്കിൽ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കിൽ കുട്ടിയുടെയും രക്ഷകർത്താവിൻ്റെയും പേരിൽ ജോയിന്റ് അക്കൗണ്ട്, രണ്ടുപേരുടെയും പേരിലുള്ള അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സ്കോളർഷിപ്പിന്റെ തുക ലഭിക്കൂ. ജോയിന്റ് അക്കൗണ്ട് നിർബന്ധമാണ്. അപ്ലോഡ് ചെയ്യുന്ന രേഖയിൽ പാസ്ബുക്കിന്റെ ആദ്യ പേജിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, രണ്ടുപേരുടെയും പേരുകളും അക്കൗണ്ട് നമ്പറും IFSC കോഡ് നമ്പറും വ്യക്തമായി തെളിഞ്ഞിരിക്കണം. ആധാർ കാർഡിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്. ഇത്രയും രേഖകളാണ് ഈ സ്കോളർഷിപ്പ് സ്കൂളിൽ നിന്ന് ഓൺലൈനായി ചെയ്യുന്നതിന് വേണ്ടി സ്കൂളിൽ സമർപ്പിക്കേണ്ടത്. അടുത്ത കാര്യം, മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി തെറ്റായ രേഖകൾ വെച്ചുകൊണ്ട് തെറ്റായ വിവരങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടും ധനസഹായം നൽകാനിട വന്നാൽ പ്രസ്തുത തുക വസൂലാക്കുന്നതിനും അത്തരക്കാർക്കെതിരെ ഉചിതമായ നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. അപ്പോൾ തെറ്റായ രേഖകൾ, വ്യക്തമായ രേഖകൾ ഉപയോഗിച്ച് വ്യക്തമായ അർഹതയുള്ളവർ മാത്രമേ ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ പാടുള്ളൂ. സാമൂഹ്യ സുരക്ഷാ മിഷൻ ചുമതലപ്പെടുന്ന ഉദ്യോഗസ്ഥർക്ക് ഈ പദ്ധതി ധനസഹായം നൽകുന്നതിന് ആസ്പദമായ രേഖകൾ പരിശോധിക്കുന്നതിന് അധികാരമുണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ അപേക്ഷയെക്കുറിച്ച് നമുക്ക് സ്നേഹപൂർവ്വം സ്കോളർഷിപ്പിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്നിട്ട് വേണം നമ്മൾ ഈ അപേക്ഷ സ്കൂളിലേക്ക് കൊടുക്കേണ്ടത്. നമ്മൾ അപേക്ഷ സ്കൂളിലേക്ക് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് അപേക്ഷ നമ്മൾ സ്കൂളിലേക്ക് പൂരിപ്പിച്ച് കൊടുക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന് വെള്ളക്കടലാസിൽ അപേക്ഷ എന്ന് പറഞ്ഞതിനൊക്കെ ഉപരി നമ്മൾ ഇത്രയും വിവരങ്ങളാണ് ഈ സ്കൂളിൽ നിന്ന് അപേക്ഷ ഓൺലൈൻ എൻട്രി ചെയ്യുമ്പോൾ ആവശ്യമായ വിവരങ്ങൾ. ഇതിലത്തെ രജിസ്റ്റർ നമ്പർ നിങ്ങൾ പൂരിപ്പിക്കേണ്ടതില്ല, കുട്ടികൾ പൂരിപ്പിക്കേണ്ടതില്ല. ഇതാണ് സാമൂഹിക സുരക്ഷാ മിഷന്റെ സ്നേഹപൂർവ്വം പദ്ധതിയുടെ അപേക്ഷകൾ. നിബന്ധനകൾ പൂർണ്ണമായും വായിച്ച ശേഷം പൂരിപ്പിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു എന്തെല്ലാം നിബന്ധനകളാണ് ഇതിൽ ഉള്ളത് എന്ന്. വിദ്യാർത്ഥിയുടെ പേര് മലയാളത്തിൽ കൃത്യമായി എഴുതുക, ഇംഗ്ലീഷിലും കൃത്യമായി തന്നെ എഴുതണം. മേൽവിലാസം പിൻകോഡ് സഹിതം. ഈ വിവരങ്ങളൊക്കെ വെബ്സൈറ്റിൽ ഓൺലൈനിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഇത് കൃത്യമായി തന്നെ തെറ്റാതെ എഴുതുക. മൊബൈൽ നമ്പർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പേരും റവന്യൂ ജില്ലയും, പഞ്ചായത്ത് ജില്ല, അത് രണ്ടും അടയ്ക്കണം. അച്ഛൻ്റെ പേര് എഴുതുക. ജീവിച്ചിരിപ്പുണ്ട്, മരണപ്പെട്ടു, ഇതിൽ ആവശ്യമില്ലാത്തത് വെട്ടിക്കളയുക. എന്താണ് അവസ്ഥ എന്നുള്ളത് കൃത്യമായതിൽ നമ്മൾ വെട്ടിക്കളഞ്ഞാൽ മതി. അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ടിക്ക് ചെയ്താൽ മതി. അമ്മയുടെ പേര്, അമ്മ ജീവിച്ചിരിപ്പുണ്ട്, മരണപ്പെട്ടു, അതേതാണ് എന്നുള്ളത് നമ്മൾ ടിക്ക് ചെയ്യുക, വെട്ടിക്കളയുക. ആവശ്യമില്ലാത്ത വെട്ടിക്കളയാൻ കൃത്യമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ചെയ്താൽ മതി. അച്ഛൻ അല്ലെങ്കിൽ അമ്മ മരണപ്പെട്ട തീയതി, ആ തീയതി എഴുതണം. ആ ഡെത്ത് സർട്ടിഫിക്കറ്റിന്റെ ഒരു ഓർഡർ നമ്പർ ഉണ്ടാവും. ആ ഓർഡർ നമ്പറും അതിൽ എഴുതി വെക്കണം. ഡെത്ത് സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് അറ്റസ്റ്റ് ചെയ്ത് വെക്കണം. ഇപ്പോഴത്തെ രക്ഷകർത്താവിന്റെ പേരും വിലാസവും. അച്ഛനമ്മ രണ്ടുപേരും മരിച്ചു പോയെങ്കിൽ മാത്രമേ വേറൊരാളുടെ പേര് വെക്കണ്ടൂ. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ അഡ്രസ്സ് കൊടുക്കുക. വിദ്യാർത്ഥിയുമായുള്ള ബന്ധം അത് നമ്മൾ കൃത്യമായിട്ട് എഴുതുക. വിദ്യാർത്ഥിയുടെ ജനന തീയതിയും വയസ്സും അത് കൃത്യമായി നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത്, വയസ്സ് കൃത്യമായിട്ട് എഴുതുക. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ആവശ്യമില്ലാത്ത വെട്ടിക്കളയുക, അത് നോക്കിക്കളയുക. ഏതാണെന്ന് അത് മാർക്ക് ചെയ്താൽ മതി. പഠിക്കുന്ന സ്കൂളിന്റെ പൂർണ്ണമായ പേര്, നമ്മൾ ഏതൊരു സ്കൂളാണ് പഠിക്കുന്നത് ആ സ്കൂളിന്റെ പേര്. സ്കൂളിന്റെ സ്വഭാവം, ഗവൺമെന്റ്, എയ്ഡഡ്, അൺഎയ്ഡഡ്. നമ്മൾ സ്കൂൾ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിക്കുന്നത്, എയ്ഡഡ് സ്കൂളിലാണ് പഠിക്കുന്നത്, അൺഎയ്ഡഡിലാണോ പഠിക്കുന്നത് അത് കൃത്യമായിട്ട് എഴുതുക. പഠിക്കുന്ന ക്ലാസ്, നമ്മളിപ്പോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, 10, 11, 12 ഏതാണെങ്കിൽ അത് കൃത്യമായി എഴുതുക. സ്കൂൾ ഏത് ജില്ലയിൽ ഉൾപ്പെടുന്നു, നമ്മൾ പഠിക്കുന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഇത് 5 വയസ്സിന് താഴെ. ഇത് നമുക്ക് താഴെ സ്കൂളുമായി ബന്ധപ്പെട്ടവർക്ക് ഇത് ആവശ്യമില്ല. ഇത് നമുക്കിത് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. 5 വയസ്സിന് താഴെയുള്ള കുട്ടിയാണെങ്കിൽ നമുക്കത് ആവശ്യമില്ല. കുടുംബത്തിന്റെ വാർഷിക വരുമാനം എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ അത് എഴുതുക. BPL കുടുംബാംഗമാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറി സാക്ഷ്യപത്രവും
അല്ലാത്തവർ വില്ലേജ് ഓഫീസറിൽ വരുമാന സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതാണ്. BPL കുടുംബങ്ങൾക്ക് റേഷൻ കാർഡിന്റെ പകർപ്പ് വെച്ചാലും മതി. അതിൽ നമ്മൾ മുൻഗണനാ വിഭാഗം കൃത്യമായി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. റേഷൻ കാർഡിന്റെ പകർപ്പ്. റേഷൻ കാർഡ് ഇല്ലാത്തവരാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം വെക്കണം. BPL ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. വിദ്യാർത്ഥിയുടെ രക്ഷിതാവിന്റെയും പേരിൽ ദേശസാൽകൃത ബാങ്കിൽ ആരംഭിച്ചിട്ടുള്ള സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് നമ്പർ, ജോയിന്റ് അക്കൗണ്ട് നമ്പർ നേരത്തെ പറഞ്ഞു. ജോയിന്റ് അക്കൗണ്ടിൽ മാത്രമേ ഈ സ്കോളർഷിപ്പ് ലഭിക്കൂ. അക്കൗണ്ട് നമ്പർ മുഴുവനായി എഴുതുക. അക്കൗണ്ട് ആരംഭിച്ചിട്ടുള്ള വ്യക്തികളുടെ പേര് 2 പേരിൽ ഉണ്ടായിരിക്കും. ജോയിന്റ് അക്കൗണ്ട് ആണ്. 2 പേരുടെയും പേര് എഴുതുക. ഇവിടെ പാസ്ബുക്കിന്റെ 1-ാം പേജിന്റെ ഫോട്ടോകോപ്പി നിർബന്ധമായി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാങ്കിന്റെ പേര്, ബ്രാഞ്ച്, IFSC കോഡ്, ആധാർ കാർഡ് നമ്പർ എഴുതുക. ആധാർ കാർഡിന്റെ പകർപ്പ് വയ്ക്കുക. വിദ്യാർത്ഥിയുടെ പേര് എഴുതുക, സൈൻ ചെയ്യുക. ഈ ഒരു സത്യപ്രസ്താവനയിൽ കുട്ടിയുടെ രക്ഷകർത്താവ് എഴുതി ഒപ്പിട്ട് തരിക. ഇത്രയും മാത്രമേ നമ്മൾ ഇതിൽ പൂരിപ്പിച്ച് സ്കൂളിൽ നൽകേണ്ടതുള്ളൂ. ഇത്ര കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ നിന്നാണ് ഈ ഫോം ഓൺലൈനിൽ അപേക്ഷിക്കുക. ഇത്രയുമാണ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഈ ഫോം, ഇങ്ങനെ കുട്ടികളിൽ നിന്ന് ലഭിച്ച ഫോം നമ്മൾ എങ്ങനെയാണ് ഓൺലൈനിൽ സ്കൂളിൽ നിന്ന് അപ്ലോഡ് ചെയ്യുക എന്ന് നോക്കാം. ഇത് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യേണ്ട വിധം നമുക്ക് സ്കൂൾ അധികൃതർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുട്ടികൾക്ക് അപേക്ഷ സമർപ്പിക്കുന്ന വരെയുള്ള കാര്യങ്ങളാണ് കുട്ടികൾക്ക് ചെയ്യേണ്ടതുള്ളൂ. ഇനി ചെയ്യേണ്ടത് സ്കൂൾ അധികൃതർ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. ഇതാണ് സ്നേഹപൂർവ്വത്തിന്റെ ഓൺലൈൻ ചെയ്യുന്ന വെബ്സൈറ്റ്. whdp.kssm.ikm.in. ഈ ഒരു വെബ്സൈറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഓൺലൈൻ ആപ്ലിക്കേഷന്റെ ലിങ്കിലേക്ക്, വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കാം. ബിഫോർ ഫില്ലിംഗ് ആപ്ലിക്കേഷൻ ഫ്രം റിക്വസ്റ്റ് ടു ഗോ ത്രൂ സ്നേഹപൂർവ്വം ഗൈഡ്ലൈൻസ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഇൻഎലിജിബിൾ ഫോം വിൽ ബി റിജക്റ്റഡ് നമ്മളതിന്റെ നിബന്ധനകളെല്ലാം കൃത്യമായിട്ട് നോക്കണം. എന്നിട്ട് വേണം ഫോം എൻ്റർ ചെയ്യണമെങ്കിൽ. സ്കൂളുകാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. റിന്യൂവിംഗ് പ്രീവിയസ് ഇയർ ആപ്ലിക്കേഷൻ. ഇപ്പോൾ ഇത് 16-17 കൊടുത്തിരിക്കുന്നത് മുൻപത്തെ ഒരു ഫോമാണ്. നമ്മൾ 19-20 വർഷത്തെ സ്കോളർഷിപ്പ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് റിന്യൂ ചെയ്യാം. റിന്യൂ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തന്നെ ന്യൂ രജിസ്ട്രേഷനായിട്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മൾ ലോഗിൻ ചെയ്യേണ്ട പേജ്. സ്കൂളുകൾക്ക് ലോഗിൻ ചെയ്യേണ്ട പേജ്. ഇവിടെ ഒരു 3 ഐക്കൺ ഉണ്ടാവും. സ്കൂൾ കോളേജ് ലോഗിൻ, ഒഫീഷ്യൽ ലോഗിൻ, ഈ ഫയൽ ലോഗിൻ. നമ്മൾ സ്കൂൾ കോളേജ് ലോഗിൻ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസർ നെയിം പാസ്വേഡും, എല്ലാ സ്കൂളിനും ഒരു യൂസർ നെയിമും പാസ്വേഡും ഉണ്ടായിരിക്കും. യൂസർ നെയിം പാസ്വേഡും ഇല്ലാത്തവർ ന്യൂ ഇൻസ്റ്റിറ്റ്യൂട്ട് രജിസ്ട്രേഷൻ എന്ന മാർഗത്തിലൂടെ രജിസ്റ്റർ ചെയ്ത യൂസർ നെയിമും പാസ്വേഡും ലഭിക്കും. പാസ്വേഡ് മറന്നുപോയവർക്ക് ഫോർവേഡ് പാസ്വേഡ് ഓപ്ഷനിലൂടെ നമുക്ക് ലഭിക്കും. സാധാരണ നമുക്ക് ഇവരുടെ ഒരു യൂസർ നെയിം കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക. സാധാരണ സ്കൂളുകൾക്ക് സ്കൂളിന്റെ മെയിൽ ID തന്നെയായിരിക്കും മിക്കവാറും യൂസർ നെയിം. പാസ്വേഡ് നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും. ഫോർവേഡ് പാസ്വേഡ് യൂസർ നെയിം കൊടുക്കാൻ കിട്ടാനുള്ള ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത് ക്യാപ്ച അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോഗിൻ ആവും. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ലോഗിൻ ആവും. യൂസർ നെയിമും പാസ്വേഡും അറിയാത്തവർക്ക് ഇത് ലഭിക്കുന്നതിനുള്ള മാർഗം ഇതിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പേജിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക. അതിൽ ഇൻബോക്സ് ഉണ്ടാവും, സർവീസ് ഉണ്ടാവും, റിപ്പോർട്ട്സ് ഉണ്ടാവും. റിപ്പോർട്ട്സിൽ നമുക്ക് മുൻവർഷത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. ഇൻബോക്സിൽ ഏതെങ്കിലും അപേക്ഷ റിജക്ട് ചെയ്ത് വന്നിട്ടുണ്ട്, അതൊക്കെ ഇൻബോക്സിൽ ഉണ്ടാവും. നമുക്ക് പുതിയൊരു അപേക്ഷ ചെയ്യുന്നത് സർവീസ് എന്നൊരു മെനുവിലാണ്. ഈ ഒരു മെനു നമുക്ക് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ 6 ഐക്കണുകൾ വരും. ന്യൂ രജിസ്ട്രേഷൻ, മോഡിഫിക്കേഷൻ, ട്രാൻസ്ഫർ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്ത വിവരങ്ങൾ അറിയാൻ സാധിക്കും. സബ്മിഷൻ ടു KSM, റിന്യൂവൽ, ക്യാൻസലേഷൻ. റിന്യൂവൽ കഴിഞ്ഞ വർഷം കിട്ടിയ കുട്ടികൾക്ക് റിന്യൂവൽ ചെയ്യുന്നതിന് ഈ ഒരു ലിങ്ക് ഉപയോഗിക്കാം. ന്യൂ രജിസ്ട്രേഷന് ഈ ലിങ്കും ഉപയോഗിച്ച് നമുക്ക് ന്യൂ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം. ഇതിൽ മാൻഡേറ്ററി ആയിട്ടുള്ള വിവരങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ കൊടുക്കണം. അത് ചെയ്ത് ഈ കുട്ടിയുടെ വിവരങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക. ആപ്ലിക്കേഷൻ നമ്പർ, ആപ്ലിക്കേഷൻ ഡേറ്റ്, അഡ്മിഷൻ നമ്പർ, ആപ്ലിക്കന്റിന്റെ പേര്, ഇത്രയും വിവരങ്ങളാണ് നമ്മൾ ആദ്യം കൊടുത്ത് സേവ് ചെയ്യുക. ഇങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അപേക്ഷാ ഫോം ചെയ്യാൻ സാധിക്കും. ഇതിലൊരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ കീബോർഡ് ഉണ്ട്. എല്ലാ കുട്ടികളുടെ പേര് ഇംഗ്ലീഷിലും മലയാളത്തിലും, എല്ലാ വിവരങ്ങളും ഇംഗ്ലീഷിലും മലയാളത്തിലും തന്നെ വേണം.
ഇംഗ്ലീഷ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. മലയാളത്തിൽ നിങ്ങളൊരു കീബോർഡ് ആയിരിക്കും നമുക്ക് തരിക. ഈ കീബോർഡിൽ നിന്ന് അക്ഷരങ്ങൾ നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കണം. അത് ഇത്തിരി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് നമ്മൾ പെട്ടെന്ന് നോക്കി ഒരു ഐഡിയ ആയി കഴിഞ്ഞാൽ വേഗം ചെയ്യാൻ സാധിക്കും. മലയാളം കീബോർഡാണ്. കീബോർഡിൽ നമുക്ക് ഏത് അക്ഷരം വേണമെന്ന് ക്ലിക്ക് ചെയ്താണെങ്കിൽ ആ അക്ഷരം അവിടേക്ക് വരും. ഇത്രയുമാണ് നമ്മൾ അപേക്ഷ പൂരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അത്രയും വിവരങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയൊരു പേജിലേക്ക് വരും. ഈ ഒരു പേജിൽ നമ്മൾ കുട്ടിയുടെ പേര് ഇംഗ്ലീഷ്, മലയാളം, രക്ഷിതാവിൻ്റെ പേര്, ഹൗസ് നെയിം എല്ലാം ഇംഗ്ലീഷിലും മലയാളത്തിലും തന്നെ നമ്മൾ ഇതിൽ കാണുന്ന എല്ലാ വിവരങ്ങളും, ബാങ്ക് അക്കൗണ്ട്, ആധാർ, കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ, ഡെത്ത് സർട്ടിഫിക്കറ്റ് അങ്ങനെ തുടങ്ങിയ എല്ലാ വിവരങ്ങളും നമ്മളിതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ബാങ്ക് അക്കൗണ്ട്, ഇത്രയും വിവരങ്ങൾ നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലുമായി ചെയ്യണം. അതാണ് സ്നേഹപൂർവ്വ സ്കോളർഷിപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും തന്നെ ചെയ്യണം. എല്ലാ വിവരങ്ങളും ഇംഗ്ലീഷും മലയാളവും ഉണ്ട്. അത് രണ്ടും നമ്മൾ ചെയ്യണം. അത് ചെയ്ത് ഇവിടെ ടിക്ക് കൊടുത്ത് സേവ് ചെയ്യുക. നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് അപ്പോൾ പൂർത്തിയായി. അപേക്ഷ സമർപ്പണം ആദ്യത്തെ സ്റ്റെപ്പ് പൂർത്തിയായി. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ നേരത്തെ ലോഗിൻ ചെയ്തപ്പോൾ തന്നെ കണ്ടിരുന്നു. ന്യൂ രജിസ്ട്രേഷൻ നമുക്ക് സബ്മിഷൻ ടു KSSM ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപേക്ഷ സേവ് ചെയ്തതിനു ശേഷം ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് സെർച്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഈ വർഷം കൊടുത്ത് സെർച്ച് ചെയ്താൽ താഴെ നമ്മൾ എൻ്റർ ചെയ്ത അപേക്ഷ കാണാൻ സാധിക്കും. ഇത് ടിക്ക് ചെയ്യുക. എന്നിട്ട് ഇത് സബ്മിഷൻ ടു KSSM ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരു റിപ്പോർട്ട് ലഭിക്കും. റഫറൻസ് നമ്പർ അടക്കമുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് ലഭിക്കും. ആ റിപ്പോർട്ടും അപേക്ഷയും നമ്മൾ ഈ ഒരു അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടത്. നിർബന്ധമായും ദ ആപ്ലിക്കേഷൻ വിൽ ബി അപ്രൂവ്ഡ് ഓൺലി ആഫ്റ്റർ റിസീവിംഗ് ദിസ് പ്രിന്റ് ഔട്ട് അയച്ചില്ലെങ്കിൽ അപേക്ഷ ഒരിക്കലും സാങ്ഷൻ ആവില്ല. മറ്റുള്ള സ്കോളർഷിപ്പുകൾ പോലെ ഇത് സ്കൂളിൽ വെച്ച് ഓൺലൈൻ ചെയ്തതിന് ശേഷം സ്കൂളിൽ സൂക്ഷിക്കാനുള്ളതല്ല. ബന്ധപ്പെട്ട രേഖകൾ സഹിതം കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ, പൂജപ്പുര, തിരുവനന്തപുരം 6902 ഈ ഒരു അഡ്രസ്സിലേക്ക് നിർബന്ധമായും അയക്കേണ്ടതാണ്. ഇത് അയക്കുന്നതിനുള്ള കവറിംഗ് ലെറ്റർ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും. ഇതാണ് കവറിംഗ് ലെറ്റർ. നമ്മളത് അപേക്ഷ സമർപ്പണം പൂർത്തിയാകുമ്പോൾ ഇങ്ങനെ ഒരു കവറിംഗ് ലെറ്റർ ലഭിക്കും. അതുപോലെ തന്നെ നേരത്തെ അപേക്ഷ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രിന്റ് ഔട്ടും ലഭിക്കും. ഇത്രയും കാര്യങ്ങൾ സ്കൂൾ അധികൃതർ ശ്രദ്ധിക്കണം ഈ ഒരു ഓൺലൈൻ അപേക്ഷ പൂർത്തിയാക്കുന്നതിന്. ഇത്രയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അപേക്ഷ തിരുവനന്തപുരത്തെ ഓഫീസിലേക്ക് അയച്ച് അവിടെ നിന്ന് സാങ്ഷൻ ചെയ്തു വരും. ഇതാണ് സ്നേഹപൂർവ്വം സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതരും കുട്ടികളും ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.